അതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ആശമാർ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ശരി, വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. അവസാന നിമിഷവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ. 1000-ൽ താഴെ പേർ മാത്രമുള്ള റാങ്ക് പട്ടികയിലാണ് 30% കുറവ് നിയമനം നടത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പടിയിൽ പ്രതിഷേധിക്കുന്ന വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രമാണ് അവരുടെ കാലാവധി അവസാനിക്കുന്നത്. ഈ നിമിഷവും അവർക്ക് ഒരു തരത്തിലുള്ള ഒരു പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവരുടെ പ്രതിഷേധം മുട്ടിലെഴിഞ്ഞും മഴ നനഞ്ഞുമൊക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. 1000-ൽ താഴെ മാത്രം റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്കാണ് നിയമനം ലഭിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷതയായി ഉയർന്നു നിൽക്കുന്നത്. വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിട്ടും ഈ റാങ്ക് ഹോൾഡേഴ്സ്, അതായത് വിവിധ പരീക്ഷകളിലൂടെ പല ഘട്ടങ്ങളിലൂടെ കടന്നാണ്, വർഷങ്ങൾ കാത്തിരുന്നാണ് ഈ പരീക്ഷയുടെ ഫലം വന്നത്. ആ പ്രതീക്ഷയോടെ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ഇനി വെറും ദിവസങ്ങൾ കൊണ്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും നിങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഒരാഴ്ച മാത്രമാണ് ഇതിന്റെ ബാക്കിയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാഴ്ച തികച്ചില്ലാന്ന് തോന്നുന്നു. അതിൽ അവധി ദിവസങ്ങളുണ്ട് അതിനിടയിൽ. അപ്പോൾ ഇതിൽ എന്ത് പ്രതീക്ഷയാണ് ഇനിയുള്ളത്? നമുക്കിനി ആകെ ഇന്നിപ്പോൾ ഞങ്ങളുടെ സമരം തുടങ്ങിയിട്ട് 11ാം ദിവസമാണ്. ഇനി ആകെ 7 ദിവസമേ ഉള്ളൂ. ആ 7 ദിവസത്തിൽ 3 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വേക്കൻസി സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. 3:30-3:30ക്കൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. ഈ മഴയത്ത് നമ്മൾ ടാർപ്പൊളിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എല്ലാവരും നിന്നത്. ഇവിടെ കെട്ടാനൊന്നും നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ എല്ലാവരും കയ്യിൽ പിടിച്ചിങ്ങനെ നിന്ന് ആകെ ടയർഡാണ് എല്ലാവരും. ഫുൾ മഴയും എല്ലാം നനഞ്ഞ് ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല പൊരിഞ്ഞ വെയിൽ, രാത്രി ഫുള്ള് മഴ. അപ്പോൾ നമുക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആരെങ്കിലും ഒരു പിന്തുണയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടോ, രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ ആരെങ്കിലും? അങ്ങനെ പിന്തുണയായിട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് വേണ്ടി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം രമേശ് സാറ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പോകുന്നവർ നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ കാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താ ശരിക്കും ആവശ്യപ്പെടുന്നത്? കാലാവധി നീട്ടിക്കിട്ടണം എന്നുള്ളത് ആ ഒരു ആശ്വാസത്തിലേക്ക് തയ്യാറാണോ പോകാൻ? കാലാവധി നീട്ടിക്കിട്ടണമെന്നുള്ളൊരു ആവശ്യമില്ല. നമുക്ക് വേക്കൻസി ഉണ്ട്. ആ വേക്കൻസി നമ്മുടെ കാലാവധി തീരുന്നതിന് മുന്നേ സൈറ്റിൽ റിപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതെല്ലാം പ്രതിഷേധം ഇനി ഏതൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ടോ? നമ്മൾ സർക്കാർ ഞങ്ങളെ കാണുന്നത് വരെ ഞങ്ങൾക്ക് ഇവിടെ തുടർന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സർക്കാരിൻ്റെ ഞങ്ങളിലേക്ക് കണ്ണെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും ഏത് പരീക്ഷ എഴുതിയാലും പ്രതീക്ഷ റാങ്ക് ലിസ്റ്റിനെ ആസ്പദമാക്കിയാണ്. വെറും 1000-ൽ താഴെ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളാണ് ഈ പ്രതിഷേധിക്കുന്നത്. ഇവിടെ നിരാഹാര സമരവുമായി തുടരുന്നു. 2022-ൽ വിജ്ഞാപനം വന്നു. 2024 കഴിഞ്ഞപ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് ഇട്ടു. പല ഘട്ടത്തിലൂടെയാണ് ഇവർ പരീക്ഷകൾ എഴുതി പാസ്സായി. അതിനോടൊപ്പം തന്നെ ഇതിന്റെ കായികക്ഷമതാ പരിശോധന എല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. 1000-ൽ താഴെ ആകുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷയാണ്, ഉറപ്പായിട്ടും ജോലി ലഭിക്കും. 1000-ൽ താഴെയാണല്ലോ എന്നുള്ളതാണ്. എന്നാൽ അത്രത്തോളം വേക്കൻസികൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ പല ആളുകളും ജോലിയിൽ കയറേണ്ടതാണ്. പകുതി പേർക്കെങ്കിലും ജോലി ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്, ആഗ്രഹമാണ് ഇവർക്കുള്ളത്. അങ്ങനെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രം, അതായത് ഈ വിഷുവുമായി ബന്ധപ്പെട്ട അവധി അങ്ങനെയൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ, തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ഇവർക്ക് പ്രതീക്ഷയുള്ളത്. ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് പരാജയപ്പെട്ട് മടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക്, അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ്. ഏജ് ഓവറായി ഇനി ഒരു പ്രതീക്ഷയും ഇല്ലാതെ, അടുത്ത പരീക്ഷകളില്ലാതെ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കടക്കുന്നവർ ഇതിൽ ഒരുപാടുണ്ട്. 300-ൽ താഴെ റാങ്കുള്ള ആളുകൾ ഇതിനിടയിലുണ്ട്. അവരുടെയൊക്കെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ദിവസമെങ്കിലും ചുരുക്കിയ ദിവസമെങ്കിലും അതൊരു റിപ്പോർട്ടായി വരണം, അല്ലെങ്കിൽ ഇത്ര പേർക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. വളരെ തുച്ഛമായ വേക്കൻസി ആണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ജോലി ലഭിക്കണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. മാസപ്പടിക്കേസിൽ CPIM-ന് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. മാസപ്പടിക്കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ടെന്നും പിണറായി വിജയന് പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുമെന്നും ശിവൻകുട്ടി. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണയ്ക്കറിയാമെന്നും ശിവൻകുട്ടിയുടെ മറുപടി. മാസപ്പടി കേസ് മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുള്ളതാണെന്നും
കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് കേസിന് പിന്നിലെന്നുമാണ് CPMന്റെ നിലപാട്. മുഖ്യമന്ത്രിക്കും മകൾ ടി വീണയ്ക്കും പ്രതിരോധം തീർത്ത് CPM വലയം തീർക്കുമ്പോൾ മുന്നണിക്കുള്ളിൽ പ്രതിരോധത്തിന് വിള്ളലേൽക്കുന്നതാണ് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം. വീണ വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടു തന്നെയാണ്. വീണ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിന്റെ വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ